നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കിയിലെ ഭൂമി ഇടപാടുകളിൽ കൈവച്ചാൽ ആട്ടാപ്പട്ടലം പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് പിണറായി സർക്കാർ മൗനത്തിലാകാറാണ് പതിവ്. കോൺഗ്രസിനെ പൂട്ടാൻ അവരുടെ കയ്യേറ്റങ്ങളിൽ കൈവയ്ക്കാതെ പിണറായി സർക്കാർ ഒതുങ്ങി നിൽക്കും. കാരണം അവരെ തൊട്ടാൽ അവരും വെറുതെ ഇരിക്കില്ല, ഇടത്തിന്റെ കയ്യേറ്റങ്ങൾ വലിച്ചു പുറത്തിടും. എന്നാൽ ഇപ്പോൾ ഒരു വലിയ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLA ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി വീണ്ടും അളക്കാനാണ് സർക്കാർ പ്ലാൻ. ഇതിന് പിന്നിൽ വീണയുടെ കൈകളെന്ന ആരോപണം വരുന്നു. മാസപ്പടി വിഷയത്തിൽ വീണയെ അഴിക്കുള്ളിലാക്കാനിറങ്ങിയ കുഴൽനാടനെ പൂട്ടേണ്ടത് വീണയുടെ ആവശ്യമാണ്. മാത്യു കുഴൽനാടനെതിരായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് വീണയാണ്. കൂട്ടിന് P. ശശിയുടെ കുതന്ത്രങ്ങളും ഉണ്ടെന്നാണ് ആരോപണം ശക്തമാകുന്നത്. അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിലാകും മാത്യു കുഴൽനാടന്റെ ഭൂമി അളക്കുക. മുൻപ് ഭൂമി അളന്നപ്പോൾ പിശകുണ്ടായി എന്ന് മാത്യു കുഴൽനാടന്റെ പാർട്ട്ണർമാർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. അന്നും കുഴൽനാടനെ എങ്ങനെയെങ്കിലും പൂട്ടാനായിരുന്നു ഭൂമി അളക്കലിൽ ചില കൃത്രിമങ്ങൾ നടന്നു എന്ന് ആരോപണം വന്നത്. നേരത്തെ ചിന്നക്കനാലിൽ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 23 സെന്റ് ഭൂമിക്ക് പുറമെ 50 സെന്റ് സർക്കാർ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. റവന്യൂ വകുപ്പ് ഇത് ശരിവെച്ചതോടെ മാത്യുവിനെതിരെ കേസെടുത്തിരുന്നു. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ ഭൂമി കൈയേറിയതിന് ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരുന്നത്. 50 സെന്റ് സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ കൈയേറി മതിൽ കെട്ടിയെന്നാണ് കണ്ടെത്തൽ. 2022 മാത്യു കുഴൽനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത്. തുടർന്ന് ഈ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടവും 850 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 കെട്ടിടവുമാണ് മാത്യു കുഴൽനാടന്റെയും സുഹൃത്തുക്കളുടെയും ഉടമസ്ഥതയിലുള്ളത്. കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന റിസോർട്ടിലെ വലിയ കെട്ടിടം റിസോർട്ട് ആവശ്യങ്ങൾക്കും ചെറിയ കെട്ടിടം പാർപ്പിട ആവശ്യങ്ങൾക്കും നിർമ്മിച്ചു എന്നായിരുന്നു രേഖകൾ. ഇതിൽ ഗാർഹിക ആവശ്യത്തിന് അനുമതി വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾ റിസോർട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നതാണ് കുഴൽനാടനെതിരെയുള്ള ആരോപണം. തുടർന്ന് റിസോർട്ടിന്റെ ലൈസൻസ് പുതുക്കി നൽകാത്ത സാഹചര്യമുണ്ടായെങ്കിലും രേഖകൾ സുതാര്യമാക്കിയതിനെ തുടർന്ന് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നു. പാർട്ട്ണർമാരായ ടോം സാബു എന്നിവരാണ് ഭൂമി അളന്നതിൽ പിശകുണ്ടായതായും വീണ്ടും അളക്കണമെന്നും തഹസിൽദാരുടെ മുന്നിൽ ആവശ്യമുന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് തീരുമാനം. അനധികൃതമായി 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ വാദം. കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ 50 സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കുഴൽനാടന്റെ പ്രതികരണം. ആരിൽ നിന്നെങ്കിലും തട്ടിപ്പറിച്ചും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയെടുത്ത സമ്പത്തല്ല. പൂർവികരായി തങ്ങൾ കർഷകരാണ്. ഇതെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. കർഷകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കരുത്. നിയമപരമായ ഏത് നടപടിയോടും സഹകരിക്കും. വാങ്ങിയ സ്ഥലം അളന്നു നോക്കിയിട്ടില്ല. വാങ്ങിയതിൽ കൂടുതലായി ഒന്നും അതിലേക്ക് ചേർത്തിട്ടുമില്ല. സർക്കാരിന്റെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങിയ ശേഷമാണ് സ്ഥലം വാങ്ങിയതെന്നും കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും കുഴൽനാടനെ അകത്താക്കണമെന്നുള്ളത് വീണ വിജയന്റെ മാത്രം ആവശ്യമായിരുന്നു, പിണറായി വിജയന്റെയും. അതിനാണ് ഈ ഭൂമിയിൽ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നത്. എന്നാൽ വീണ എറിഞ്ഞതിലും 1 മുഴം മുൻപേ കുഴൽനാടൻ എറിഞ്ഞിരിക്കുകയാണ്. തനിക്ക് നേരെ ഒരു തരത്തിലുമുള്ള അന്വേഷണങ്ങളും വരാതെ തൻ്റെ പേരിൽ യാതൊരുവിധ കുറ്റങ്ങളും ഇല്ല എന്ന് തെളിയിക്കാനാണ് കുഴൽനാടൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വീണയ്ക്ക് നേരെ കുഴൽനാടൻ വലിയ ആരോപണങ്ങളുമായി ഇനിയും തെളിവുകളുമടക്കം രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. അതിനു മുൻപേ എങ്ങനെയെങ്കിലും മാത്യു കുഴൽനാടനെ ഒന്ന് പൂട്ടണമെന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കുന്നുമില്ല.